ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് സ്റ്റിച്ചുകൾ. കഴിഞ്ഞ വീഡിയോയിൽ സൂചി ഇടുന്ന ഭാഗം കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ കാണിക്കാമെന്ന്. അപ്പോൾ ദാ സൂചിക്ക് രണ്ട് വശങ്ങളുണ്ട്, ഒന്ന് പരന്ന ഭാഗവും ഒന്ന് ഉരുണ്ട ഭാഗവും. അപ്പോൾ പരന്ന ഭാഗമാണ് നമ്മൾ ആ നീഡിൽ ബാറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. ആ സ്ക്രൂ ലൂസാക്കി അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് സൂചി ഇടാനുള്ളൊരു ഭാഗമുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് താഴെ ഒരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെച്ച് ഇതുപോലെ നമ്മുടെ സൂചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്ക്രൂ മുറുക്കുക. സൂചി വല്ലാണ്ട് കയറ്റിയിട്ടാൽ സ്റ്റിച്ച് പിടിക്കില്ല. വല്ലാണ്ട് ഇറക്കിയിട്ടാൽ നമ്മുടെ സൂചി താഴെ മുട്ടി അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതിന് രണ്ടിലും ഇടയിലായിരിക്കണം നമ്മൾ സൂചി ഇടേണ്ടത്. അധികം കയറ്റാൻ പാടില്ല, അധികം ഇറക്കാനും പാടില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റിച്ച് ചെയ്ത് നമ്മളത് ഇറക്കിയിട്ട് കൂടുതലാണെങ്കിൽ പൊക്കി വെച്ച് നമ്മളത് ശരിയാക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂചി ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂചി ഇടുന്ന ഭാഗം. നിങ്ങൾക്കിവിടെ കാണാം. ഇത്രയ്ക്ക് ഞാനിവിടെ ഈ ഭാഗത്ത് സൂചി കയറ്റി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സൂചി ഇടേണ്ടത്. നമുക്ക് ഇറക്കി വെച്ച് കയറ്റി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബേസിക് സ്റ്റിച്ചുകൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് സ്റ്റിച്ചുകൾ. ഇത് സ്ട്രെയിറ്റ് ലൈൻ, നമുക്ക് അതെല്ലാവർക്കും അറിയാം, സ്ട്രെയിറ്റ് ലൈൻ. ഇത് റൗണ്ട് സ്റ്റിച്ച്. ഇതാണ് വേവ്. ഈ സ്റ്റിച്ചിനെ വേവ് എന്നാണ് പറയുക. ഇനി അടുത്തത് കർവ്. കണ്ടോ, പിന്നെ കർവായിട്ട് വരുന്ന സ്റ്റിച്ചാണ് ഇത്, സിക്സാഗ്. അപ്പോൾ ഇത്രയും സ്റ്റിച്ചുകളാണ് നമുക്ക് ബേസിക്കായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫുള്ളും ഒരു ക്ലോത്തിൽ തന്നെയാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരു ക്ലോത്തിൽ തന്നെ ഫുള്ള് ലൈൻ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഒരു ക്ലോത്തിൽ തന്നെ റൗണ്ട് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് തുണി തിരിക്കണേന്ന് കൂടി ഒന്ന് കണ്ടുവയ്ക്കുക. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ ഏത് സ്റ്റിച്ചും നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ സൂചിയുടെ അവിടെ കൊണ്ടുവച്ചു. ഇനി പതുക്കെ ബാലൻസ് വീല് നമ്മുടെ അടുത്തേക്ക് തിരിച്ച് അതിനനുസരിച്ച് പതുക്കെ ചവിട്ടുക. സ്പീഡൊന്നും കൂട്ടണ്ട. ഞാനിപ്പോൾ ഒരു വട്ടേ കാണിക്കണുള്ളൂ. നിങ്ങളത് പലവട്ടം അടിച്ച് പഠിക്കണം. ഇത് മനസ്സിലായല്ലോ. നേരെ സ്റ്റിച്ച് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് റൗണ്ട് സ്റ്റിച്ച് ഇതുപോലെ തന്നെ സൂചി ഒരു പോയിൻറ്റിൽ കുത്തി നിർത്താം റൗണ്ടിൻ്റെ. എന്നിട്ട് ബാലൻസ് വീല് നമ്മളൊരു കൈ കൊണ്ട് തിരിച്ച് കറക്റ്റാക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ തിരിക്കുക. അത് കഴിഞ്ഞ് രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് വേണം പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി. തിരിക്കുക, നമ്മുടെ ക്ലോത്ത് തിരിക്കുക. തിരിച്ച് ആ റൗണ്ടിലൂടെ നമ്മൾ കറക്റ്റ് റൗണ്ട് വരിക്കുക. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ട് വല്ല ചെപ്പിൻ്റെ മൂടിയോ അങ്ങനെയുള്ള ഏതെങ്കിലും തിങ്സ് ഉപയോഗിച്ച് എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മേലെ കൂടെ ഒരു വട്ടേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 2-3 തവണ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. റൗണ്ടിൽ ഇങ്ങനെ മെയിനായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം, നമ്മൾ പതുക്കെ ഇതുപോലെ തിരിച്ച് അത് നമുക്ക് റൗണ്ടാക്കി കൊണ്ടുവരണം. നമ്മൾ സ്ട്രെയിറ്റും റൗണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് ഇതുപോലെ തന്നെ സൂചി അവിടെ കൊണ്ടുവച്ചു.
ബാലൻസ് വീല് തിരിച്ചു. പതുക്കെ ഇങ്ങനെ ചെരിച്ച് കൊടുക്കുക. കണ്ടോ, ആ കർവൊക്കെ വരുമ്പോൾ 2 കൈ ഉപയോഗിച്ച് ഇതുപോലെ വളച്ച് പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി. സ്പീഡ് കൂടി അങ്ങനെ വളയ്ക്കാൻ പറ്റില്ല. നമുക്കത് പ്രാക്ടീസ് ആകുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. സ്പീഡ് കൂടിയാലും ഇതുപോലെ കറക്റ്റായി പതുക്കെ വളച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നിങ്ങളൊരു ക്ലോത്തിൽ തന്നെ വേവ് വാങ്ങിച്ചാൽ കംപ്ലീറ്റ് വേവ് വരച്ച് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ റാ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ എഴുതി പഠിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. കണ്ടോ, അത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു. വേവ്. ഇനി നമുക്ക് കർവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഇവിടെ കൊണ്ടുവച്ചു. സൂചി അതുമേ കുത്തി നിർത്താം. ബാലൻസ് വീല് തിരിച്ചിട്ട് ഇതുപോലെ വളച്ചിങ്ങനെ 2 കൈ ഉപയോഗിച്ച് നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത് ആ സൂചിമേ തന്നെ നോക്കുക. നമ്മുടെ ശ്രദ്ധ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. അത് കഴിഞ്ഞാൽ കോർണർ വരുന്ന സ്ഥലത്ത് സൂചി കുത്തി നിർത്തുക. സൂചി കുത്തി നിർത്തിയ ശേഷം നമ്മുടെ ക്ലോത്ത് തിരിക്കുക. സൂചി കുത്തി നിർത്തുന്ന സമയത്ത് നമ്മുടെ പ്രഷർ പോട്ട് ഒന്ന് പൊക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് കറക്റ്റാക്കി വെച്ച ശേഷം കണ്ടോ, അത് താഴ്ത്തി വയ്ക്കുക. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ കർവിലൂടെ ഇങ്ങനെ നമ്മുടെ ക്ലോത്ത് പിടിച്ച് തിരിക്കുക. വീണ്ടും അവിടെ കോർണർ വന്നു. ആ കോർണറിൽ ഇതുപോലെ സൂചി കുത്തി നിർത്തി പ്രഷർ ഫ്രൂട്ട് മുകളിലേക്ക് പൊക്കി വെച്ച് തുണി തിരിക്കുക. പിന്നെ താഴ്ത്തിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ തുണി തിരിച്ച് സ്റ്റിച്ച് ചെയ്യുക. കോർണർ വന്നാൽ അവിടെ സൂചി കുത്തി നിർത്തുക, പ്രഷർ ഫ്രൂട്ട് പൊന്തിച്ച് വയ്ക്കുക, തുണി തിരിക്കുക, വീണ്ടും പ്രഷർ ഫ്രൂട്ട് അടിയിലേക്ക് ആക്കുക, കൈകൊണ്ട് ഇതുപോലെ തിരിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊരു വട്ടം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ചെയ്ത് നമുക്കത് ഈസിയാവും. ഇപ്പോൾ സ്റ്റിച്ചുകളൊക്കെ പഠിച്ചാൽ നമുക്ക് ഏത് സ്റ്റിച്ചും ഏത് ഡ്രസ്സും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സിക്സാക്ക് ഇവിടെ വെച്ചു, നേരെ സ്റ്റിച്ച് ചെയ്തു. കോർണർ വന്നു, സൂചി കുത്തി നിർത്തി, നമ്മുടെ ചവിട്ടി പൊന്തിച്ചു, തുണി തിരിച്ചു, വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. കോർണർ വന്നു, സൂചി കുത്തി നിർത്തി, അത് കഴിഞ്ഞ് ചവിട്ടി പൊന്തിച്ചു. ഇതുപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുക. സൂചി കുത്തി നിർത്തി, പ്രഷർ പോട്ട് പൊന്തിച്ചു, നേരെ നിർത്തി, പ്രഷർ പോട്ട് താഴ്ത്തി, കുത്തി നിർത്തി, പ്രഷർ പോട്ട് നമ്മൾ പൊന്തിച്ച് കൊടുക്കുക, താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക, പ്രഷർ പോട്ട് താഴേക്ക്. കറക്റ്റ് ആ കോർണറിൽ സൂചി കുത്തി നിർത്തണം. താഴത്തേക്ക് വീണ്ടും കൊണ്ടുവന്നു, സൂചി കുത്തി നിർത്തി, പ്രഷർ പോട്ട് പൊന്തിച്ചു, പ്രഷർ പോട്ട് താഴ്ത്തി, വീണ്ടും നമ്മൾ താഴത്തേക്ക് അടിച്ചു, സൂചി കുത്തി നിർത്തി, പ്രഷർ പോട്ട് പൊന്തിച്ചു, ഇതിപ്പോൾ താഴ്ത്തി താഴേക്ക് കൊണ്ടുവന്നു. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് 2-3 ദിവസം ഇങ്ങനെ വരച്ച് ഒരു ക്ലോത്തിൽ 2ആയിട്ട് മടക്കിയ ക്ലോത്തിൽ ഇതുപോലെ വരച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.